തൃശൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ കിടപ്പ് രോഗിയായ വയോധികയ്ക്ക് ദാരുണാന്ത്യം. എരുമപ്പെട്ടി വെള്ളറക്കാട് സ്വദേശിയായ 84-കാരി കാർത്യായനിയാണ് മരിച്ചത്. ഇവരുടെ 60 വയസ്സുള്ള മാനസികാസ്വാസ്ഥ്യമുള്ള മകനെയും നായ ആക്രമിച്ചു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, അതിദാരുണമായ സംഭവം, സങ്കടകരമായ വാർത്തയാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണ്യ, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംഭവം. എരുമപ്പെട്ടി വെള്ളറക്കാട്ട് കൊല്ലൻപടിയിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. 84 വയസ്സുകാരിയായ കാർത്യായനിയാണ് ക്രൂരമായി നായയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. കിടപ്പ് രോഗിയാണ്. 60 വയസ്സുള്ള മകനും ഇത്തരത്തിലുള്ള നായയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാർത്യായനി വീടിനകത്ത് കയറി കാർത്യായനി കിടക്കുന്ന മുറിയിൽ നായ ആക്രമിക്കുകയും മുഖവും ശരീരം ആസകലം ഇത്തരത്തിൽ കടിച്ചു മുറിവേൽപ്പിക്കുകയുമായിരുന്നു. ഈ ശബ്ദവും മറ്റും കേട്ട് ആളുകൾ എത്തുമ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ച് ധാരണയുണ്ടാകുന്നത്. പിന്നീട് പോലീസിനെയും മറ്റും വിളിച്ചു വരുത്തി ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വയോധിക മരണപ്പെടുകയായിരുന്നു. ദേവദാസ് എന്നുള്ളതാണ് വയോധികയുടെ മകന്റെ പേര്. മാനസിക അസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്നതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപവാസികളും മറ്റും പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ആംബുലൻസിൽ ആണ് ഇവര് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആ സമയത്തേക്ക് തന്നെ വയോധിക മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ മകൻ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അരുണ്യ.